അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി മാജിക് ഹെയർ കെയർ ട്രിക്ക് ആണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. കയ്യാണി അല്ലെങ്കിൽ ബൃംഗരാജ്, സർവ്വസുഗന്ധി ഇല മാത്രം എടുക്കുക. കുടങ്ങല് അല്ലെങ്കിൽ മുട്ടിൽ, അമ്മിക്കച്ചെടി, കരുനൂച്ചിയുടെ ഇല, വട്ടക്കുറുന്തോട്ടി, പൂവാങ്കുരുന്നില, സദാവേരി, കീഴാന്നലി, ചെറുനാരകത്തിന്റെ ഇല, തുളസിയില, പേര് ഇലയുടെ തളിരില, പനിക്കൂർക്ക ഇല, മൈലാഞ്ചിയുടെ ഇല, കറിവേപ്പിലയുടെ ഇല, പുളിയാറില, കുരുമുളകിന്റെ ഇലയും തണ്ട്, ആര്യവേപ്പിലയുടെ ഇല, കേശവർദ്ധിനി, നീലാവരി ഇല, ഒഴിഞ്ഞ, അതുപോലെ ബ്രഹ്മി എല്ലാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് കറ്റാർ വാഴയാണ്. തലമുടി കറ്റാർ വാഴ അടർത്തി എടുത്തതിന് ശേഷം കുറച്ച് സമയം ഇങ്ങനെ വെക്കുക. ഇതിൽ നിന്നും ഒരു മഞ്ഞ പോലെയുള്ള ദ്രാവകം മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. ഈ മഞ്ഞ ദ്രാവകത്തിലുള്ള ജെല്ലോട് കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചൊറിച്ചിലും അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് അടർത്തി എടുത്തിട്ട് കുറച്ച് സമയം ഇങ്ങനെ വെച്ചതിന് ശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് രണ്ടറ്റത്തെയും മുള്ള പോലെയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ പച്ചയോട് കൂടി തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതായിട്ട് എടുത്തിട്ടുള്ള ചെത്തിപ്പൂവാണ്. അടുത്തത് ചെമ്പരത്തി പൂവ്, അടുത്തത് നെല്ലിക്കയാണ്. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ്. നമ്മുടെ അടുത്തത് ചെറുനാരങ്ങയാണ്. അടുത്തതായിട്ട് വേണ്ടത് ഉലുവയാണ്. അതെല്ലാം ഞാൻ കട്ട് ചെയ്തതിലേക്ക് ചേർത്തിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ പച്ചില മരുന്നുകളും തലമുടിയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റി മുടിക്കും തലയോട്ടിക്കും ആവശ്യമായ പോഷകങ്ങൾ നൽകി രോമകൂപങ്ങളെ ശക്തിപ്പെടുത്തി മുടി കുറിച്ച് കുറച്ച് നഴിയും നെറ്റി കയറുന്നതും കഷണ്ടിയും ഒക്കെ മാറ്റി മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകുന്നതിനും സ്ട്രെസ് കുറയ്ക്കാനും തലവേദന മാറ്റാനും മുടി ഉള്ളോടെ വളരാനും മുടി വളർച്ച വേഗത്തിലാക്കാനും തലയ്ക്ക് നല്ല തണുപ്പും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കൂട്ടാനും ചൊറിച്ചിലും താരനും പേന്റെ ശല്യം ഒക്കെ മാറ്റാൻ സഹായിക്കുന്ന പച്ചില മരുന്നുകളാണ് ഞാനിവിടെ എല്ലാം എടുത്തിട്ടുള്ളത്. ഉലുവ നമ്മൾ ഇതിന്റെ കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ഉലുവ പൊടിച്ചെടുക്കേണ്ട അല്ലെങ്കിൽ കുതിർത്തെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഇലകളുടെ കൂട്ടത്തിൽ തന്നെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ഇപ്പൊ ഇലകളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാ ഇലകളും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്നത് നമ്മൾ വെള്ളം ഉപയോഗിച്ചല്ല അരച്ചെടുക്കുന്നത്. നമ്മൾ എണ്ണ ഉപയോഗിച്ചാണ് ഈ ഇലകളെല്ലാം നമ്മൾ അരച്ചെടുക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് കുറച്ചായിട്ട് ഇട്ട് അരച്ചെടുക്കാം. അപ്പൊ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് വേണം അരച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോ അരക്കപ്പ് എണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെയാണ്, നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് വേണം അരച്ചെടുക്കാൻ. അപ്പൊ അരച്ചെടുക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അരച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോ കാണിക്കുന്നത് 10 ലിറ്റർ വെളിച്ചെണ്ണയുടെ അളവിലാണ് ഈ കാണിച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും കാണിച്ചിട്ടുള്ളത്. നമ്മൾ 1 കിലോ വെളിച്ചെണ്ണയാണ് എണ്ണ കാച്ചാൻ എടുക്കുന്നതെങ്കിൽ കുരുമുളകിന്റെ ഇല ഒഴിച്ച് ബാക്കി എല്ലാ പച്ചിലകളും 2 കൈപിടി എടുക്കുക. കുരുമുളകിന്റെ ഇല ആണെന്നുണ്ടെങ്കിൽ 1 2 ഒക്കെ എടുത്താൽ മതിയാകും. അതുപോലെ തന്നെ ചെമ്പരത്തി പൂവോ ചെമ്പരത്തി മൊട്ടോ ഒരു 5 എണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കുക. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും കുറച്ച് എടുത്താൽ മതിയാകും. ഈ ഒരു രീതിക്ക് വേണം അരച്ചെടുക്കാനായിട്ട്. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് അരച്ചെടുക്കാം. അപ്പൊ അതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് അരച്ചെടുത്തപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഒട്ടും വെള്ളം ചേർക്കാതെ ഇതുപോലെ അരച്ചെടുക്കുക. ഇവിടെ ഇരിക്കട്ടെ. ഡ്രൈ ആയിട്ടുള്ള ആയുർവേദ മരുന്നുകളും കൂടെ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. മെമ്മറി പവർ വർദ്ധിപ്പിക്കുന്നതിനും കഫക്കെട്ട് മൂലമുള്ള തലവേദന മാറിക്കിട്ടാനും അതുപോലെ പനി ജലദോഷം ഒക്കെ മാറിക്കിട്ടുന്നതിനും ഹെയർ റൂട്ട് ശക്തിയായി ഇരിക്കാനും കുഞ്ഞു കുഞ്ഞു ബേബി ഹെയർ ഒക്കെ വളരാനും മുടിയുടെ നര മാറ്റി മുടിക്ക് നല്ല കറുത്ത നിറം നൽകുന്നതിനും അതുപോലെ തന്നെ മുടി നല്ല വേഗത്തിൽ വളരാനും ഒക്കെ സഹായിക്കുന്ന ആയുർവേദ മരുന്നുകളാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഏതൊക്കെയാണെന്ന് കാണാം. അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് നീലാമ്പരി ഡ്രൈ ആയിട്ടുള്ളതാണ്. ഇതായിട്ട് എടുത്തിട്ടുള്ളത് കടുക്കയാണ്. ഞാനിപ്പോ 200 ഗ്രാം കടുക്കയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 15 എണ്ണം ഒക്കെ ഉണ്ടാവും. ഇതിന്റെ തൊണ്ട് മാത്രം മതി. അതിന്റെ കുരു മാറ്റിയിട്ട് വേണം പൊടിച്ചെടുക്കാൻ. 1 കിലോ നമ്മൾ എണ്ണയ്ക്കാണ് ഇത് എടുക്കുന്നതെങ്കിൽ 1 2 ഒക്കെ എടുത്താൽ മതിയാവും. അടുത്ത അശ്വഗന്ധയാണ് എടുത്തിട്ടുള്ളത്. 50 ഗ്രാമാണ്. പിന്നെ വേണ്ടത് രാമച്ചം, അത് 50 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ബദാമാണ്. 1/2 കിലോ ആണ് എടുത്തിട്ടുള്ളത്. അടുത്തത് അഞ്ചിനക്കല്ലാണ്, അതും 50 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. റോസ്മേരി ലീവ്സ് ആണ് അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത്. 50 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. കരിഞ്ചീരകവും 200 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അടുത്തത് ദേവതാരമാണ്, അത് 50 ഗ്രാമാണ്. പിന്നെ ചെറിയ ജീരകം, അത് 100 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് എള്ളാണ്. എള്ള് 100 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഈ ആയുർവേദ മരുന്നുകളെല്ലാം തന്നെ നമ്മൾ എണ്ണയിലേക്ക് ചേർക്കുമ്പോൾ നല്ലൊരു മണവും അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഗുണങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അടുത്തതായിട്ട് വേണം ചിറ്റമ്പതാണ്. ഇത് ഇടിച്ച് ചവച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അടുത്തതായിട്ട് എടുക്കുന്നത് ഇരട്ടി മധുരവും കാട്ടുചെമ്പകത്തിന്റെ വിത്തും എടുത്തിട്ടുണ്ട്. ഇത്രയെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ഓട്ട് ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നല്ല ശുദ്ധമായ പച്ച നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1 ലിറ്റർ എണ്ണ എടുത്തിട്ടുണ്ട്. അപ്പം ബാക്കി 9 ലിറ്റർ എണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കഴിവതും പാക്കറ്റുകളിൽ നിന്നും വാങ്ങുന്ന എണ്ണ എടുക്കാതെ വീട്ടിൽ തന്നെ ആട്ടി വെളിച്ചെണ്ണ അടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മില്ലിൽ നിന്നും ആട്ടി വെളിച്ചെണ്ണ എടുക്കുന്നതായിരിക്കും നല്ലത്.
നമ്മൾ എടുത്ത 9 ലിറ്റർ വെളിച്ചെണ്ണയും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ എണ്ണ ഒന്ന് ചൂടായി തിളച്ചു വരുന്നത് വരെ ഹൈ ഫ്ലെയിം ആണ് വെക്കേണ്ടത്. നമ്മളിതിൽ ചേർത്തിരിക്കുന്ന നെല്ലിക്ക 1 കിലോ എണ്ണയുടെ അളവിലാണെന്നുണ്ടെങ്കിൽ ഒരു 7 എണ്ണം എടുക്കാം. മീഡിയം സൈസ് ആണെങ്കിൽ 7 എണ്ണം എടുക്കാം. വലിയ നെല്ലിക്കാണെന്നുണ്ടെങ്കിൽ 5 എണ്ണം എടുക്കാം. ആ ഒരു അളവിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചെറിയ ഉള്ളി നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ 1 കിലോ എണ്ണയ്ക്ക് 15 എണ്ണം എടുക്കാം. ചെറുതാണെങ്കിൽ 15 ചെറിയ ഉള്ളി എടുക്കാം. കുറച്ച് വലുപ്പമുള്ള വലിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ 10 എണ്ണം എടുക്കാം. പിന്നെ നമ്മൾ 1 കിലോ എണ്ണയ്ക്ക് ഒരു കറ്റാർ വാഴ എന്ന കണക്കിലാണ് എടുക്കുന്നത്. ഇപ്പൊ എണ്ണ ഒന്ന് ചൂടായി തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. ഫ്ലെയിം കുറച്ച് വെച്ചെങ്കിൽ മാത്രമേ നമ്മൾ ചേർത്ത് കൊടുത്ത എല്ലാ പച്ചില മരുന്നുകളും ആയുർവേദ മരുന്നിന്റെയൊക്കെ ഗുണങ്ങൾ ഈ എണ്ണയിൽ ഇറങ്ങി കിട്ടുള്ളൂ. നമ്മൾ കാച്ചുന്ന എണ്ണ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള എണ്ണയാണ്. നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാ പച്ചില മരുന്നുകളും ആയുർവേദ മരുന്നുകളും തലയ്ക്ക് നല്ല തണുപ്പ് നൽകാനും ശരിക്കും നമ്മുടെ തലമുടി നല്ലതുപോലെ വളരാനും ഒക്കെ സഹായിക്കും. ശരിക്കും നല്ലതുപോലെ തലമുടി വളരാൻ തലയ്ക്ക് നല്ല തണുപ്പ് വേണം. അതുപോലെ തന്നെ മുടിക്ക് നല്ല കളർ നൽകാനും തലയിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും സ്കാൽപ്പ് നീറ്റാക്കി വെക്കാനും തലമുടി നല്ലപോലെ വളരാനും ബ്ലഡ് സെൽസ് ഒക്കെ പൂർണ്ണമായിട്ട് മാറി കിട്ടുന്നതിനും നരച്ച മുടി മാറി കിട്ടാനും നല്ല കറുത്ത മുടി കിട്ടുന്നതിനും അതുപോലെ തലനീരിറക്കവും തലവേദനയും ഒക്കെ മാറ്റുന്നതിനും നീര് പേരിന്റെ ശല്യം ഒക്കെ മാറ്റി കിട്ടുന്നതിനും കുറ്റി പോലുള്ള താരൻ മാറാനും പോലുള്ള പല രോഗങ്ങളും മുടി പെട്ടെന്ന് കൊഴിഞ്ഞ് നരയ്ക്കുകയൊക്കെ ചെയ്യും. ഇതിനെല്ലാം ഉത്തമ പരിഹാരമാണ് ഈ എണ്ണ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ എണ്ണ കാച്ചാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ആ പച്ച കളർ കിട്ടുള്ളൂ. അതുപോലെ തന്നെ കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഇപ്പൊ എണ്ണ കാച്ചാൻ തുടങ്ങിയിട്ട് ഒരു 10 മണിക്കൂർ ആയിട്ടുണ്ട്. ഏകദേശം 3/4 ഭാഗത്തോളം എണ്ണ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ആയിട്ടുള്ള ആയുർവേദ മരുന്നുകൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ രാമച്ചൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അത് പൊടിക്കേണ്ട ആവശ്യമില്ല. ചേർത്ത് കൊടുത്ത എല്ലാ പച്ചില മരുന്നുകളും നല്ല മുരിഞ്ഞു വരണം. അതുകൊണ്ട് ഫ്ലെയിം ഒരിക്കലും കൂട്ടിയിടരുത്. ഫ്ലെയിം കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും കരിഞ്ഞു പോകും. പിന്നെ ഈ എണ്ണയ്ക്ക് ഒരു ഗുണം ഉണ്ടാവില്ല. നമ്മൾ കാച്ചുന്ന ഈ എണ്ണ ഒരുപാട് കൊഴിയുന്നത് മാറി കിട്ടുകയും അതുപോലെ നെറ്റ് കയറുന്നത് കശിന്റെയൊക്കെ മാറി കുഞ്ഞു മുടികൾ വരാനും ഒക്കെ സഹായിക്കും. അതുപോലെ തലയിൽ അസഹ്യമായ ചൊറിച്ചിലും തലയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വ്രണങ്ങളൊക്കെ മാറി കിട്ടുന്നതിനും ഒരുപാട് നല്ലതാണ്. ഇപ്പൊ നമ്മൾ എണ്ണ കാച്ചാൻ തുടങ്ങിയിട്ട് 12 മണിക്കൂർ ആയിട്ടുണ്ട്. ഇപ്പൊ നല്ലൊരു കാച്ചി എണ്ണയുടെ മണമൊക്കെ വരുന്നുണ്ട്. ഒരു സമയം എണ്ണ പാകമായോന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പൊ നമ്മൾ ഇട്ട് കൊടുത്ത കറിവേപ്പിലെല്ലാം നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട്. കക്കൻ പിടിച്ച് നോക്കുന്ന സമയത്ത് മണൽ തരി പോലെ നമുക്ക് അറിയാൻ പറ്റും. ബൗളില് കുറച്ച് എണ്ണ എടുത്ത് കാണിക്കാം. മാത്രം നല്ല പച്ച കളർ ഇതിലുണ്ടെന്ന്. ഇപ്പൊ കണ്ടില്ല, നല്ല പച്ച കളറിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ എണ്ണ കാച്ചാൻ ശ്രമിക്കുക. ഈ ഓട്ടുരുളി ഫുള്ളായിട്ടാണ് പച്ചില മരുന്നുകളും അതുപോലെ എണ്ണയൊക്കെ എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഓട്ടുരുളിയുടെ ഒരു 1/4 ഭാഗത്തോളം എത്തി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. എണ്ണ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കിയതിനു ശേഷമാണ് നമുക്ക് റോസ്മേരി ലീവ്സ് ചേർത്ത് കൊടുക്കാനായിട്ട്. ലിറ്റർ എണ്ണയിലാണ് എണ്ണ കാച്ചുന്നതെങ്കിൽ നമുക്ക് ഒരു 5 ഗ്രാമൊക്കെ റോസ്മേരി ലീവ്സ് ചേർത്ത് കൊടുക്കാൻ മതി. 10 ലിറ്റർ എണ്ണയ്ക്ക് ഒരു 50 ഗ്രാം റോസ്മേരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലെയിം ഓഫാക്കിയിട്ട് വേണം റോസ്മേരി ലീവ്സ് ചേർത്ത് കൊടുക്കാൻ. റോസ്മേരി ലീവ്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ എണ്ണ നമ്മൾ കാച്ചി എടുത്തതിന് ശേഷം നമ്മൾ 7 ദിവസം ഈ ഓട്ടുരുളിയിൽ തന്നെ വെച്ചിരിക്കുക. എന്നാൽ മാത്രമേ നമ്മൾ ചേർത്ത് കൊടുത്ത എല്ലാ പച്ചില മരുന്നുകളുടെയും ആയുർവേദ മരുന്നുകളുടെയും ഗുണങ്ങൾ ഈ എണ്ണയിൽ കിട്ടുള്ളൂ. അപ്പൊ അത്രയും നമ്മൾ ഒരുപാട് ആയുർവേദ മരുന്നുകളും പച്ചില മരുന്നുകളും ചേർത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് എണ്ണയിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 7 ദിവസമെങ്കിലും ഈ ഓട്ടുരുളിയിൽ തന്നെ എണ്ണ വെച്ചിരിക്കാം. എന്നിട്ട് മാത്രമേ നമുക്ക് ഇത് പിഴിഞ്ഞെടുത്ത് ഉപയോഗിക്കാവൂ. ഇപ്പൊ ഇതിന്റെ ചൂട് ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഒരു കോട്ടൺ തുണിയോ ഇതിന്റെ മുകളിലായിട്ട് അതെങ്ങനെ വിരിച്ചിട്ട് കൊടുക്കാം. എണ്ണ നമ്മുടെ ഓട്ടുരുളിയിൽ വെച്ചിട്ട് 7 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പൊ നമ്മൾ എടുക്കുന്ന തുണി നല്ല വൃത്തിയുള്ള കോട്ടൺ തുണി ആയിരിക്കണം ഇതിന്റെ മുകളിലായിട്ട് മൂടി വെക്കാനായിട്ട്. ഇനി ഇത് പിഴിഞ്ഞൊഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഒട്ടും ഈർപ്പമൊന്നുമില്ലാത്ത ഡ്രൈ ആയിട്ടുള്ള ബൗളോ പാത്രമോ എടുക്കുക. പിന്നെ ഇതിൽ ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. അരിപ്പയുടെ മുകളിലായിട്ട് നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ കൂടി വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഈ എണ്ണ ഒഴിച്ച് ഒന്ന് പിഴിഞ്ഞൊഴിക്കാം. നമ്മൾ ഈ എണ്ണ പിഴിഞ്ഞൊഴിക്കുന്ന സമയത്ത് ഗ്ലൗസ് ഇട്ടിട്ട് വേണം എണ്ണ പിഴിഞ്ഞൊഴിക്കാൻ. നമ്മൾ വീട്ടിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലൗസ് ഇടേണ്ട ആവശ്യമില്ല. മുട്ട കൊടുക്കാൻ തയ്യാറാക്കുന്ന സമയത്ത് കൈകളിൽ ഗ്ലൗസ് ഇട്ടിട്ട് വേണം നമ്മൾ ഈ എണ്ണ പിഴിഞ്ഞൊഴിക്കാൻ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക.
അത് നല്ലതുപോലെ പിഴിഞ്ഞെല്ലാം ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ കണ്ടില്ല നല്ല കളർഫുൾ ആയിട്ട് ഇവിടെ നല്ല പച്ച കളർ എണ്ണ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ല നല്ല പച്ച നിറത്തിലുള്ള അമേസിംഗ് ആയിട്ടുള്ള കാച്ചെണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണമാണ് ഇതിന്. കാച്ചിയ എണ്ണ പുരട്ടി താളി തേച്ച് കുളിക്കുന്നതിന്റെ ഉന്മേഷം പറഞ്ഞിരിക്കാനാകില്ല. മുടിയുടെ ആരോഗ്യം കാക്കുന്ന എണ്ണകൾ വീട്ടിൽ തന്നെ കാച്ചണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പലരും ഇതിന് മടി കാണിക്കും. കാരണം എണ്ണയാൽ തീരാത്തത്ര ചെലവുകൾ കൊണ്ടാണ് മിക്ക എണ്ണയും കാച്ചിയെടുക്കുന്നത്. അതുപോലെ എണ്ണയുടെ പാകം കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. അതൊക്കെ ശ്രദ്ധിച്ച് വേണം എണ്ണ കാച്ചാനായിട്ട്. പിന്നെ ഒരു കാര്യം, ഫ്ലെയിം ഓഫാക്കി റോസ്മേരി ലീവ്സ് ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം പച്ചക്കർപ്പൂരം പൊടിച്ചത് വേണമെങ്കിൽ കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എണ്ണ കാച്ചുന്ന പച്ചക്കർപ്പൂരം വേണം പൊടിച്ച് ചേർക്കാം. ഞാൻ കാച്ചുന്ന എണ്ണയിൽ പച്ചക്കർപ്പൂരം ചേർത്തിട്ടില്ല. കാരണം എല്ലാവർക്കും ഈ പച്ചക്കർപ്പൂരത്തിന്റെ മണം പിടിക്കില്ല. അതുകൊണ്ടാണ് പച്ചക്കർപ്പൂരം ചേർക്കാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ കാച്ചുന്ന സമയത്ത് ലാസ്റ്റ് പച്ചക്കർപ്പൂരം ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് 1/2 ടീസ്പൂൺ പച്ചക്കർപ്പൂരം ചേർക്കാവുന്നതാണ്. എണ്ണയുടെ ചൂട് മാറി കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ പച്ചക്കർപ്പൂരം പൊടിച്ച് ചേർക്കാം. ഇപ്പൊ കണ്ട എണ്ണയുടെ കളറൊക്കെ നല്ല പച്ച കളറിൽ തന്നെ ഇരിപ്പുണ്ട്. നല്ലൊരു മണമാണ് ഈ എണ്ണയ്ക്ക്. എണ്ണ തേച്ച് ഒറ്റ യൂസിൽ തന്നെ അറിയാൻ പറ്റും നമ്മുടെ മുടി എത്രമാത്രം സോഫ്റ്റും സ്മൂത്തും ഷൈനിങ്ങും നല്ല കനം ഉള്ളതായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഈ എണ്ണ തേക്കുന്നതിലൂടെ ധാരാളം പുതിയ മുടി ഉണ്ടാവുകയും അതുപോലെ ഉണ്ടാകുന്ന മുടി നരയ്ക്കാതിരിക്കുകയും അകാല നിലയെ തടയാനും തലച്ചോറിന്റെ ഉണർവിനും ഉന്മേഷത്തിനും നല്ല ഉറക്കം കിട്ടുന്നതിനും തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടുന്നതിനും താരനും പേനും ഒക്കെ മാറി കിട്ടുന്നതിനും നെറ്റ് കയറുന്നതിനും കഷണ്ടി മാറുന്നതിനും ഒക്കെ ദിവസവും ഈ എണ്ണ തേക്കുന്നത് ഒരുപാട് നല്ലതാണ്. ഈ എണ്ണ എത്ര കാലം വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. വർഷങ്ങളോളം ഒരു കേടും വരില്ല. ഇനി എണ്ണ തലയിൽ തേക്കേണ്ട രീതി എങ്ങനെയാണെന്ന് പറയാം. കുളിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് ആവശ്യത്തിന് എണ്ണ കയ്യിലൊഴിച്ച് തലയിൽ തേച്ച് 5 മിനിറ്റ് കൈവിരലുകൾ വെച്ച് സ്കാൽപ്പിലൊക്കെ നല്ലതുപോലെ മസാജ് ചെയ്യുക. 5 മിനിറ്റെങ്കിലും നല്ലതുപോലെ കൈവിരലുകൾ വെച്ച് മസാജ് ചെയ്യുക. സ്കാൽപ്പിലും മുടിയിലൊക്കെ നല്ലതുപോലെ എണ്ണ തേച്ച് പിടിപ്പിക്കുക. 2 മണിക്കൂറൊക്കെ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. സമയം ഇല്ലാന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂറെങ്കിലും വെക്കുക. ഈ എണ്ണ എല്ലാ ദിവസവും തേക്കുന്നത് നല്ലതാണ്. കുറഞ്ഞത് ആഴ്ചയിൽ 4 ദിവസമെങ്കിലും സ്കാൽപ്പിലൊക്കെ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം തല കഴുകാൻ വേണ്ടിയിട്ട് എണ്ണമയം നീക്കം ചെമ്പരത്തി താളിയോടൊപ്പം സോപ്പിൻ കായിട്ട് തിളപ്പിച്ച് വെള്ളം ചേർത്ത് തല കഴുകുക. ഇല്ലാന്നുണ്ടെങ്കിൽ വീര്യം കുറഞ്ഞ ഷാമ്പു ഉപയോഗിക്കുക. അല്ലെങ്കിൽ ചെമ്പരത്തിയിലൂടെ താളി വെച്ച് കഴുകിക്കളയാവുന്നതാണ്. ചെമ്പരത്തി താളിയൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. ഈ എണ്ണമയം മാറി കിട്ടണമെങ്കിൽ മാത്രം ചെമ്പരത്തി താളിയോ വീര്യം കുറഞ്ഞ ഷാമ്പു ഉപയോഗിച്ചാൽ മതി. കാച്ചിയുടെ മണം ഇഷ്ടമുള്ളവർക്ക് താളിയോ ഷാമ്പു ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. എണ്ണയുടെ മെഴുക്കൊക്കെ പോയി കിട്ടുന്നതിന് വേണമെങ്കിൽ താളിയോ ഷാമ്പു ഉപയോഗിച്ച് കഴുകിക്കളഞ്ഞാൽ മതി. ഈ എണ്ണ തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ അത്ഭുതകരമായിട്ട് റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നീരർക്കും ഒന്നും വരില്ല. അപ്പൊ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കണ്ടു തുടങ്ങും. എനിക്ക് ഈ എണ്ണ തേച്ച് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ട് ഒരുപാട് ആളുകൾ ഉപയോഗിച്ചിട്ട് വീണ്ടും വാങ്ങുന്ന എണ്ണയാണിത്. ഈ ഭയങ്കരമായിട്ട് റിസൾട്ട് ഉള്ള എണ്ണയാണ്. പ്രായഭേദമന്യേ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. ഈ എണ്ണയുടെ നിറം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എത്രമാത്രം പച്ചില മരുന്നുകൾ ചേർത്തിട്ടാണ് എണ്ണ തയ്യാറാക്കി എടുത്തിട്ടുള്ളതെന്ന്. വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഈ അത്ഭുതകരമായിട്ടുള്ള എണ്ണ വിൽക്കുന്നുണ്ട്. നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോ കണ്ടിട്ട് വരുന്നവർ എല്ലാവർക്കും നല്ല വിലക്കുറവിൽ ഡിസ്കൗണ്ട് പ്രൈസിൽ എണ്ണ കൊടുക്കുന്നതാണ്. വില അറിയാനും എണ്ണ വാങ്ങാനും താല്പര്യം ഉള്ളവർ താഴെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്